കേരളത്തിൽ ഒരു വർഷം രജിസ്റ്റർ ചെയ്യുന്നത് 1,10,000 വിവാഹങ്ങളാണ്. അതേസമയം തന്നെ വിവാഹമോചനം തേടി കോടതികളിലെത്തുന്ന കേസുകളുടെ എണ്ണം ഒരു വർഷം 30,000-ലധികം വരും. അതായത് സംസ്ഥാനത്ത് 4 വിവാഹങ്ങൾ നടക്കുമ്പോൾ ഒരു വിവാഹമോചനം എന്നതാണ് ശരാശരി കണക്ക്. നിസ്സാര കാരണങ്ങളുടെയും ഈഗോയുടെയും വാശിയുടെയും സ്വാർത്ഥതയുടെയും പേരിലാണ് പലരും വേർപിരിയാൻ തീരുമാനിക്കുന്നത്. എന്നാൽ ഇത്തരം തകരുന്ന ബന്ധങ്ങളിൽ ഏറ്റവും അധികം ബാധിക്കുന്നത് കുട്ടികളെയാണെന്ന് ആരെങ്കിലും തിരിച്ചറിയാറുണ്ടോ? സ്വന്തം മക്കളുടെ മുന്നിൽ വെച്ച് ദമ്പതികൾ തമ്മിലടിക്കുന്നു. കേസ് ജയിക്കാൻ കുഞ്ഞുങ്ങളെ കോടതിയിൽ കയറ്റാൻ പോലും മടിക്കില്ല. അങ്കമാലി മൂക്കന്നൂരിൽ മക്കളുടെ മുന്നിൽ വെച്ചാണ് ഭാര്യയെ ഭർത്താവ് കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. വിവാഹമോചന കേസ് കോടതിയിൽ നടന്നു വരുമ്പോഴാണ് ശ്രീമൂലനഗര സ്വദേശിനി റിയയ്ക്ക് നേരെയുള്ള ഭർത്താവ് ജിനുവിൻ്റെ ആക്രമണം. ഇങ്ങനെ പരസ്പരം തമ്മിൽ തല്ലുന്ന ദമ്പതികളോട് ചോദിക്കട്ടെ, നിങ്ങൾക്കൊന്നിച്ച് ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ വേർപിരിയുന്നതല്ലേ നല്ലത്? എന്തിനാണ് ഇങ്ങനെ പകയും പ്രതികാരവും മനസ്സിലിട്ട് നടന്ന് സ്വന്തം ജീവിതവും മക്കളുടെ ഭാവിയും തകർക്കുന്നത്? ആ കേസിലേക്കാണ് പോലീസ് പട്രോൾ ആദ്യം പോകുന്നത്. സ്വാഗതം. വിവാഹമോചന കേസുകളിൽ കുട്ടികളെപ്പോലും കോടതി കയറ്റുന്ന ദമ്പതികൾ, പിന്നീട് ജന്മം കൊടുത്ത മക്കളെ കാണാൻ കോടതിയുടെ വിധിക്കായുള്ള കാത്തിരിപ്പ്. അങ്കമാലി ശ്രീമൂലനഗര സ്വദേശിനി റിയയും ഭർത്താവ് ജിനുവും തമ്മിലുള്ള വിവാഹമോചന കേസ് കോടതിയിൽ നടന്നു വരികയാണ്. അതിനിടെയാണ് നാടിനെ നടുക്കിയ സംഭവം. മൂക്കന്നൂരിൽ നടുറോഡിൽ വെച്ച് ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്താൻ ഭർത്താവിൻ്റെ ശ്രമം. വിദേശത്തെത്തിയ റിയ മക്കളെ കാണാൻ വന്നപ്പോഴായിരുന്നു ഭർത്താവിൻ്റെ ആക്രമണം. സാരമായി പരിക്കേറ്റ യുവതി അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ ഭർത്താവിന് വേണ്ടി പോലീസ് തിരച്ചിൽ ഊർജിതമാണ്. രാവിലെ മൂക്കന്നൂർ ഫെറോനോ പള്ളിക്ക് പുറകുവശത്തെ റോഡിൽ വെച്ചാണ് ആക്രമണം നടന്നത്. റിയയും ഭർത്താവ് ജിനുവും വേർപിരിയുന്നത് സംബന്ധിച്ച കേസ് കോടതിയിൽ നടന്നുവരികയാണ്. അതിനിടെ വിദേശത്തു നിന്നുമെത്തിയ റിയയ്ക്ക് കോടതി കുട്ടികളെ കാണുന്നതിനായി സമയം അനുവദിച്ചിരുന്നു. 10ലും 8ലും പഠിക്കുന്ന 2 ആൺമക്കളാണ് ഇരുവർക്കുമുള്ളത്. കുട്ടികളെ കാണുന്നതിനായി ശ്രീമൂലനഗരത്തിൽ നിന്നും മൂക്കന്നൂരിലെത്തിയപ്പോഴാണ് ഭർത്താവ് ജിനു വഴിയിൽ വെച്ച് കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് റിയയെ കുത്തിയത്. പരിക്കേറ്റ റിയയെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. റിയയുടെ കഴുത്തിനും വയറിനുമാണ് ഗുരുതരമായി പരിക്കേറ്റത്. അങ്കമാലി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 കൊച്ചി. മന്ത്രി ഗണേഷ് കുമാർ ഗതാഗത വകുപ്പിന് കീഴിലെ ജീവനക്കാരെയൊക്കെ മര്യാദ പഠിപ്പിക്കുന്നത് കാണാറുണ്ട്. എന്നാൽ KSRTC ജീവനക്കാർക്ക് പെരുമാറ്റച്ചട്ടം കൊണ്ടുവരാൻ മന്ത്രി ഒന്ന് ശ്രമിക്കണം കേട്ടോ. ബസ്സിൽ യാത്രക്കാരോട് മോശമായി പെരുമാറുകയും ഗുണ്ടായിസം കാണിക്കുകയും ചെയ്യുന്ന ജീവനക്കാരുടെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. മന്ത്രിയുടെ മണ്ഡലമായ പത്തനാപുരം ഡിപ്പോയിലെ ഡ്രൈവറാണ് നടുറോഡിൽ അക്രമം വിതച്ചത്. തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ വെച്ച് യാത്രക്കാരായ അച്ഛനെയും മകളെയും ഡ്രൈവർ മർദ്ദിച്ചത് നിസ്സാര പ്രശ്നത്തിൻ്റെ പേരിലാണ്. തിരുവനന്തപുരം റസൽപൂരം സ്വദേശി ബിജുകുമാറിനെയും മകളെയും ഡ്രൈവർ അനൂപ് അകാരണമായി മർദ്ദിച്ചെന്നാണ് പരാതി. രാവിലെ വെഞ്ഞാറമൂട് ജംഗ്ഷനിലാണ് സംഭവം.
തിരുവനന്തപുരം റസൽപുരം സ്വദേശി ബിജുകുമാറിനെയും മകളെയും പത്തനാപുരം ഡിപ്പോയിലെ RPM 464 നമ്പർ ബസ്സിലെ ഡ്രൈവർ P. അനൂപ് മർദ്ദിച്ചതായാണ് പരാതി. ബിജുകുമാറും ഭാര്യയും മകളും ഈ ബസ്സിൽ തിരുവനന്തപുരത്ത് നിന്ന് വെഞ്ഞാറമൂട്ടിലേക്ക് വരികയായിരുന്നു. സ്റ്റോപ്പ് എത്തിയപ്പോൾ ബസ് നിർത്താൻ കണ്ടക്ടർ ബെല്ലടിച്ചുവെങ്കിലും ബസ് കുറച്ച് മുന്നോട്ട് മാറ്റിയാണ് നിർത്തിയത്. എന്തുകൊണ്ട് ബസ് സ്റ്റോപ്പിൽ നിർത്തിയില്ല എന്ന് ബിജുകുമാർ ചോദിച്ചതിന് ഡ്രൈവർ ബസ് നിർത്തി ഇറങ്ങി വന്ന് നടുറോഡിൽ വെച്ച് ബിജുകുമാറിന്റെ മുഖത്ത് ആഞ്ഞടിച്ചതായി പരാതിയിൽ പറയുന്നു. പിടിച്ചുമാറ്റാൻ ശ്രമിച്ച മകളെ ആക്രമിച്ചതായും ഇവർ ആരോപിക്കുന്നു. വരുന്നത് ഇവിടെ അമ്പലത്തിൽ പോകാനാണ് വന്നത് വെഞ്ഞാറമൂട്. അപ്പോൾ താഴെ ബസ് സ്റ്റോപ്പ് അവിടെ നിർത്തേണ്ടതിന് പകരം ഇവിടെയാണ് നിർത്തിയത്. മണി അടിച്ച് ബെല്ലടിച്ച് അപ്പൊ കണ്ടക്ടർ ഡ്രൈവർ നിർത്തിയില്ല. നിർത്താണ്ട് ഇവിടെ കൊണ്ട് നിർത്തി. അപ്പൊ അച്ഛൻ ചോദിച്ച് എന്ത് അവിടെ നിർത്താത്തെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു. അങ്ങനെ ബസ്സിൽ നമ്മള് അമ്മയും ഞാനും ഇറങ്ങി. അപ്പൊ അച്ഛൻ ബാക്കിൽ നിന്നാണ് ഇറങ്ങിയത്. ബാക്കി അതിൽ തനിക്ക് വട്ടുണ്ടാ ഇവിടെ അവിടെ നിർത്തേണ്ടതിന് വഴി ഇവിടെ കൊണ്ട് നിർത്തിയത് ഡ്രൈവറിനെ ചോദിച്ചു. അപ്പൊ ഡ്രൈവർ ഒരുപാട് ദേഷ്യപ്പെട്ട് ഡോർ തുറന്ന് വന്നിട്ട് അച്ഛനെ അടിച്ചു. പിടിച്ച് തള്ളിയിട്ട് അച്ഛനെ അടിച്ചു. അപ്പൊ ഞാൻ അച്ഛനെ അടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ പോയി പിടിച്ചു മാറ്റാൻ വേണ്ടി നിന്നപ്പോ എന്നെയും പിടിച്ച് തള്ളി. ഡ്രൈവർ ഈ യാത്രക്കാരൻ നിങ്ങളുടെ സൈഡിൽ കൂടെ ചാടാൻ വന്നപ്പോഴത്തേക്ക് യാത്രക്കാർ സമ്മതിക്കാത്ത ഡോർ തുറങ്ങി എന്നാണ് അടിച്ചത്. ആ മാവനെ അടിക്കാനുണ്ടോ ഈ കൊച്ചുകാരെ പിടിച്ചപ്പോഴത്തേക്കാണ് ഈ പെൺകൊച്ചിനെ. തുടർന്ന് നാട്ടുകാർ ഇടപെട്ടതോടെ ഡ്രൈവർ ബസ്സുമായി സ്ഥലം വിട്ടു. ബിജുകുമാർ വെഞ്ഞാറമൂട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ അന്വേഷണം തുടങ്ങിയതായി പോലീസ് അറിയിച്ചു. ഗതാഗത വകുപ്പ് മന്ത്രിയുടെ മണ്ഡലമായ പത്തനാപുരം ഡിപ്പോയിലെ ബസ് ഡ്രൈവറുടെ ഗുണ്ടായിസത്തിനെതിരെ ശക്തമായ നടപടി വേണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. ന്യൂസ് 18 വെഞ്ഞാറമൂട്. പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ പീഡിപ്പിക്കുന്നത് പ്രത്യേകതരം ലൈംഗിക വൈകൃതമുള്ളവരാണ്. അവർക്ക് നല്ല ചികിത്സയോ അല്ലെങ്കിൽ ശിക്ഷയോ കൊടുക്കണം. ഇല്ലെങ്കിൽ നാട്ടിൽ കുട്ടികൾക്കും സ്ത്രീകൾക്കും പുറത്തിറങ്ങി നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാകും. കാസർഗോഡ് പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനികളെ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 47 വർഷം തടവ് ശിക്ഷ. ബോവിക്കാനം സ്വദേശി അബ്ദുൽ നൌഷാദ് 2.5 ലക്ഷം രൂപ പിഴയും അടയ്ക്കണമെന്നാണ് കാസർഗോഡ് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയുടെ വിധി. സ്കൂൾ ബസ് ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന പ്രതി വിദ്യാർത്ഥിനികളെ പ്രലോഭിപ്പിച്ച് ക്വാർട്ടേഴ്സിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചെന്നാണ് കേസ്. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനികളെ പീഡിപ്പിച്ച കേസിൽ യുവാവിനെ 47 വർഷത്തെ കഠിന തടവിനും 2.5 ലക്ഷം രൂപ പിഴയടക്കാനുമാണ് ശിക്ഷിച്ചത്. ബോവിക്കാനം മുതലപ്പാറയിലെ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ചെങ്കള KK കുന്നിൽ തൈവളപ്പിലെ അബ്ദുൽ നൌഷാദിനെയാണ് കാസർഗോഡ് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി രാമു രമേശ് ചന്ദ്രബാനു ശിക്ഷിച്ചത്. പിഴയടച്ചില്ലെങ്കിൽ 10 മാസം അധിക കഠിന തടവും അനുഭവിക്കണം. 2019 ഒക്ടോബറിലാണ് കേസിനാസ്പദമായ സംഭവം. പ്രതി മറ്റൊരു കേസിൽ കോടതി കുറ്റവാളിയാണെന്ന് കണ്ടെത്തി ശിക്ഷ അനുഭവിച്ചു വരികയാണ്. സ്കൂൾ ബസ് ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന നൌഷാദ് പിന്നീട് ഈ ജോലി വിട്ട് മറ്റൊരു ജോലിയിലേക്ക് മാറി. ഇയാൾ ജോലി ചെയ്തിരുന്ന സ്കൂളിലെ വിദ്യാർത്ഥിനികളെ പ്രലോഭിപ്പിച്ച് മുതലപ്പാറയിലെ വാടക വീട്ടിൽ കൊണ്ടുപോയാണ് പീഡിപ്പിച്ചത്. ഭാര്യയും കുട്ടികളും സ്വന്തം വീട്ടിൽ പോയ സമയങ്ങളിലായിരുന്നു പീഡനം നടന്നത്. സ്കൂളിൽ നടത്തിയ കൗൺസിലിംഗിലാണ് വിദ്യാർത്ഥിനികൾ പീഡന വിവരം പുറത്തു പറഞ്ഞത്. തുടർന്ന് ചൈൽഡ് ലൈൻ പ്രവർത്തകർ വിവരം പോലീസിന് കൈമാറി. ആദൂർ ഇൻസ്പെക്ടറായിരുന്ന K. പ്രേംസദന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കേസന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി പോക്സോ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ AK. പ്രിയ ഹാജരായി.
ന്യൂസ് 18 കാസർഗോഡ്. പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നവർക്ക് ഒരിക്കലും മാപ്പ് കൊടുക്കാൻ കഴിയില്ല. അവർക്ക് മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കാൻ നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞാൽ മാത്രമേ കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമത്തിന് അറുതിയുണ്ടാകൂ. കൊല്ലത്ത് 13കാരിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിക്ക് ജീവപര്യന്തം കഠിന തടവ് ശിക്ഷയാണ് വിധിച്ചത്. ഇതിന് പുറമെ 14 വർഷം കഠിന തടവുമുണ്ട്. പ്രതിയായ പത്തനാപുരം വിളക്കുടി സ്വദേശി മനു 40,000 രൂപ പിഴയും അടയ്ക്കണമെന്ന് പുനലൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി വിധിച്ചു. 2022 സെപ്റ്റംബർ മുതൽ 2023 ജനുവരി വരെയുള്ള കാലയളവിൽ പ്രതി പലതവണ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിലാണ് ശിക്ഷാവിധി. പതിമൂന്നുകാരിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിലാണ് പത്തനാപുരം വിളക്കുടി പാപ്പരംകോട് സ്വദേശി 30കാരനായ മനുവിനെ കോടതി ശിക്ഷിച്ചത്. ജീവപര്യന്തം കഠിന തടവും പുറമെ 14 വർഷം കഠിന തടവും 40,000 രൂപ പിഴയും കോടതി ശിക്ഷ വിധിച്ചു. പുനലൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ ജഡ്ജി TD ബൈജുവാണ് ശിക്ഷ വിധിച്ചത്. പിഴയൊടുക്കാത്ത പക്ഷം 3 മാസം കൂടി കഠിന തടവ് അനുഭവിക്കണം. അതിജീവിതയ്ക്ക് നഷ്ടപരിഹാരം നൽകാൻ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയോട് കോടതി ശുപാർശ ചെയ്തിട്ടുണ്ട്. സെപ്റ്റംബർ മുതൽ 2023 ജനുവരി വരെയുള്ള കാലയളവിൽ പ്രതി പലതവണ പെൺകുട്ടിയെ ബലാത്സംഗം ഉൾപ്പെടെയുള്ള ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയാക്കിയെന്നാണ് കേസ്. അന്ന് കുന്നിക്കോട് പോലീസ് സബ് ഇൻസ്പെക്ടറായിരുന്ന ഗംഗാപ്രസാദാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇൻസ്പെക്ടറായിരുന്ന M. അൻവർ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചു. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ KP അജിത് കോടതിയിൽ ഹാജരായി. ന്യൂസ് 18 പുനലൂർ. സിറിഞ്ച് ഉപയോഗിച്ച് ലഹരി ശരീരത്തിലേക്ക് കുത്തിവെക്കുന്നത് അങ്ങേയറ്റം അപകടകരമായ അവസ്ഥയാണ്. ഇത് മരണം വരെ ക്ഷണിച്ചു വരുത്തുമെന്ന് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ചെറുപ്പക്കാർ മനസ്സിലാക്കാറില്ല. എറണാകുളം പെരുമ്പാവൂരിൽ ഇതര സംസ്ഥാനക്കാരൻ മരിച്ചത് ഹെറോയിൻ വെള്ളത്തിൽ കലക്കി സിറിഞ്ചിൽ നിറച്ച് കുത്തിവെച്ചതിന് പിന്നാലെയാണ്. യുവാവിൻ്റെ മരണത്തിൽ അസം സ്വദേശി വസീം ഹക്കീമിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മരിച്ചയാളെ ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. വസീമാണ് യുവാവിനെ ലഹരി കുത്തിവെച്ചതെന്നാണ് പോലീസ് കണ്ടെത്തൽ. യുവാവ് കുഴഞ്ഞു വീണതിന് പിന്നാലെ വസീം ഓടി രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. പെരുമ്പാവൂർ മേഖലയിലെ ആളൊഴിഞ്ഞ പ്രദേശങ്ങളിൽ ഇതര സംസ്ഥാനക്കാർ തമ്പടിച്ച് ലഹരി ഉപയോഗിക്കുന്നത് പതിവാണ്. കഴിഞ്ഞ ദിവസം പെരുമ്പാവൂർ സാൻജോ ആശുപത്രിയുടെ പിൻവശത്തുള്ള റോഡരികിൽ നിന്നാണ് ഇവർ ലഹരി കുത്തിവെച്ചത്. ആശുപത്രിയുടെ മതിലുകൾക്ക് പിന്നിൽ പാർക്ക് ചെയ്ത വാഹനങ്ങൾക്കിടയിൽ ഒളിച്ചിരുന്ന് ലഹരി ഉപയോഗിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. ഇതോടെയാണ് ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മരണം ലഹരി ഉപയോഗത്തെ തുടർന്നെന്ന് സൂചന ലഭിച്ചത്. തൊട്ടടുത്തുള്ള CCTV പരിശോധിക്കുന്നതിനിടെ രാത്രിയിലാണ് സംഭവം അറിയുന്നത്. ഉടൻ തന്നെ പെരുമ്പാവൂർ പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ലഹരി ഉപയോഗത്തിന് ശേഷം ഇയാൾ കുഴഞ്ഞു വീണ് മരിക്കുന്നതും ഒപ്പമുണ്ടായിരുന്നയാൾ രക്ഷപ്പെടുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇതോടെയാണ് അസം സ്വദേശി വസീം ഹക്കീമിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. അതേസമയം മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. കുത്തിവയ്ക്കാൻ ഉപയോഗിച്ച സിറിഞ്ചും ഹെറോയിൻ നിറച്ചിരുന്ന ഡെപ്പിയും സംഭവസ്ഥലത്ത് നിന്ന് കണ്ടെടുത്തു. വിരലടയാള വിദഗ്ധരും ഫോറൻസിക് സംഘവും സ്ഥലത്ത് പരിശോധന നടത്തി. ഇരുവരും അസം ഭാഷ സംസാരിച്ചാണ് പരിചയപ്പെട്ടത്. പെരുമ്പാവൂർ സോഫിയ കോളേജ് റോഡിൽ വാഹനം പാർക്ക് ചെയ്തതിന്റെ മറവിലിരുന്നായിരുന്നു സിറിഞ്ച് ഉപയോഗിച്ച് ലഹരി കുത്തിവെച്ചതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. അതിനുശേഷം ഇവിടെ നിന്ന് പോയ ഹക്കീം വീണ്ടും തിരിച്ചെത്തിയിരുന്നു. അപ്പോഴും മറ്റേയാൾ അനക്കമില്ലാതെ കിടക്കുകയായിരുന്നു. ഇതോടെ പ്രതി ഇവിടെ നിന്ന് കടന്നു കളഞ്ഞു. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് പെരുമ്പാവൂർ ടൗണിൽ നിന്ന് ഹക്കീമിനെ പിടികൂടിയത്. ഹെറോയിൻ വെള്ളത്തിൽ കലക്കി സിറിഞ്ചിൽ നിറച്ച് ഉപയോഗിക്കുകയാണ് ഇവർ ചെയ്തത്. സിറിഞ്ച് കൃത്യമായി ഉപയോഗിക്കാൻ അറിയാതെ ഇതിൽ നിറയുന്ന വായുകുമിളകൾ കുത്തിവെക്കുമ്പോൾ ഞരമ്പിലേക്ക് കയറുന്നത് വലിയ അപകടമാണ്.
ഒന്നുകിൽ അത്തരത്തിലാകാൻ മരണം സംഭവിച്ചതെന്നാണ് നിഗമനം. അതോടൊപ്പം അമിതമായ ലഹരി ഉപയോഗവും മരണകാരണമായി പോലീസ് കരുതുന്നുണ്ട്. കേസിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഈ പ്രദേശത്ത് അമിത ലഹരി ഉപയോഗത്തിൽ മരണം സംഭവിച്ചിട്ടുള്ള നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവയെല്ലാം പോലീസ് അന്വേഷിച്ചു വരികയാണ്. ന്യൂസ് 18 പെരുമ്പാവൂർ. ആലപ്പുഴ പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യന് പെണ്ണും പണവും ലഹരിയാണ്. എന്നാൽ പണത്തിനു വേണ്ടി അയാൾ ആരെയും കൊല്ലും. അതിനായി ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകളെ സൗഹൃദ കെണിയിൽ വീഴ്ത്തും. ചേർത്തലയിലെ ബിന്ദു പത്മനാഭനെയും അയാൾ അങ്ങനെയാണ് ചതിയിൽപ്പെടുത്തി കൊലപ്പെടുത്തിയത്. അമ്പലപ്പുഴയിലെ ഭൂമി വാങ്ങാനായി സുഹൃത്തായ സതീശൻ ബിന്ദുവിന് നൽകിയ അഡ്വാൻസ് തുകയായ 1.5 ലക്ഷം രൂപ കൈക്കലാക്കാനാണ് സെബാസ്റ്റ്യൻ കൊല നടത്തിയതെന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ. സംഭവ ദിവസം സെബാസ്റ്റ്യന്റെ വീട്ടിലായിരുന്നു ബിന്ദു താമസിച്ചിരുന്നതെന്ന് സതീശൻ നേരത്തെ ന്യൂസ് 18നോട് വെളിപ്പെടുത്തിയിരുന്നു. ബിന്ദുവിനെ കിടപ്പുമുറിയിൽ വെച്ച് കഴുത്ത് ഞെരിച്ച് കൊന്ന ശേഷം മൃതദേഹം രക്തം കട്ട പിടിക്കും വരെ സൂക്ഷിച്ചു. പിന്നീട് കഷ്ണങ്ങളാക്കി മറവ് ചെയ്തുവെന്നും ക്രൈംബ്രാഞ്ചിനോട് സെബാസ്റ്റ്യൻ വെളിപ്പെടുത്തി. പ്രോപ്പർട്ടി കാണാൻ വന്നപ്പോഴും ബിന്ദു ഇല്ല അല്ലേ? ബിന്ദു വീട്ടിലിരുന്നു, സെബാസ്റ്റിന് വീട്ടിലിരുന്നു. ഞങ്ങൾ പോയി കണ്ട്. അന്നാ ഇതുപോലെ രജിസ്ട്രേഷൻ ഇല്ലല്ലോ. അന്നല്ല, ബിന്ദു വീട്ടിലുണ്ടെന്ന് സെബാസ്റ്റ്യൻ പറഞ്ഞതാണോ അതോ ചേട്ടൻ കണ്ടു? എന്റെ അടുത്ത് വന്നിട്ടല്ലേ അങ്ങോട്ട് പോയത്. ബിന്ദു പത്മനാഭൻ കേസിലെ ഏറ്റവും നിർണായകമായ വെളിപ്പെടുത്തലായിരുന്നു സതീശൻ ന്യൂസ് 18നോട് നടത്തിയത്. ബിന്ദുവിന്റെ അമ്പലപ്പുഴയിലെ ഭൂമി വാങ്ങുന്നതിന് വേണ്ടി ബിന്ദു പത്മനാഭൻ അതിന്റെ വിൽപ്പന നടത്തുന്നതിന് വേണ്ടി തന്റെ മുന്നിൽ നേരിട്ട് വന്നു എന്നും തന്റെ ഹോട്ടലിന് മുന്നിൽ ലോഡ്ജ് മുറിക്ക് മുന്നിലെത്തി രേഖകൾ കൈമാറി എന്നുള്ളതായിരുന്നു നമ്മളോട് അന്ന് സതീശൻ വ്യക്തമാക്കിയത്. അതിനോടൊപ്പം തന്നെ അയാൾ ന്യൂസ് 18നോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതായത് ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ട പിറ്റേ ദിവസം സെബാസ്റ്റ്യന്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ ആ വീട്ടിൽ ബിന്ദു പത്മനാഭൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പോലീസിന്റെ കണക്ക് പ്രകാരം 2006 ബിന്ദു പത്മനാഭൻ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് അവരുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള വെളിപ്പെടുത്തലായിരുന്നു സതീശന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. സതീശനാണ് ബിന്ദു പത്മനാഭന്റെ അമ്പലപ്പുഴയിലെ ഭൂമി വാങ്ങിയത്. ആ ഒരു ലാൻഡ് ഡീലുമായി ബന്ധപ്പെട്ട് സതീശന്റെ മുന്നിലേക്ക് ബിന്ദു പത്മനാഭനും സെബാസ്റ്റ്യനും എത്തിയെന്നുള്ളതാണ്. ഈ ഭൂമി കാണുന്നതിന്, അതായത് അമ്പലപ്പുഴയിലെ ഭൂമി കാണുന്നതിനായി പോകുന്നതിന്റെ തലേ ദിവസവും സെബാസ്റ്റ്യനും ബിന്ദുവും ഒന്നിച്ച് പള്ളിപ്പുറത്തെ വീട്ടിൽ താമസിച്ചിരുന്നു. പിറ്റേ ദിവസം അവിടെ ചെല്ലുമ്പോൾ, അതായത് ഭൂമി കാണാൻ പോകാനായി അവിടെ ചെല്ലുമ്പോഴും ബിന്ദു അവിടെ താമസമുണ്ടായിരുന്നു. അമ്പലപ്പുഴയിലെ ഭൂമി കാണാൻ പോയത് താനും ഒപ്പം തന്നെ സെബാസ്റ്റ്യനും ഒന്നിച്ചാണെന്നും സതീശൻ നമ്മളോട് വ്യക്തമാക്കിയിരുന്നു. പോയി തിരികെ വന്നതിന് ശേഷം 1.5 ലക്ഷം രൂപ അഡ്വാൻസ് നൽകി എന്നുള്ളതാണ് സതീശൻ പറഞ്ഞത്. ഈ 1.5 ലക്ഷം രൂപയാണ് ഈ കേസിലെ ഏറ്റവും നിർണായകമായ കാര്യം ആയി മാറിയത് എന്നുള്ളത് കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം, ക്രൈംബ്രാഞ്ച് സംഘം നമ്മളോട് അറിയിച്ചിരുന്നു. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സതീശൻ നൽകിയ 1.5 ലക്ഷം രൂപ കൈക്കലാക്കുന്നതിന് വേണ്ടിയാണ് പള്ളിപ്പുറത്തെ വീട്ടിൽ ഈ സെബാസ്റ്റ്യന്റെ കിടപ്പുമുറിയിൽ വെച്ച് ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തിയത് എന്നുള്ള നിർണായകമായ കുറ്റസമ്മത മൊഴിയാണ് ഇപ്പോൾ ഈ സെബാസ്റ്റ്യൻ നൽകിയിട്ടുള്ളത്. ഈ 1.5 ലക്ഷം രൂപ മദ്യപിക്കാറുള്ള ആളായിരുന്നു, ലഹരി ഉപയോഗിക്കാറുള്ള ആളായിരുന്നു. ആ ബിന്ദുവിനെ ആ വീട്ടിൽ വെച്ച്, സെബാസ്റ്റ്യന്റെ വീട്ടിൽ വെച്ച് കഴുത്ത് ഞെരിച്ചാണ് കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ്. അതിനുശേഷം 1.5 ലക്ഷം രൂപ അയാൾ കൈക്കലാക്കി എന്ന് മാത്രമല്ല, ആ മൃതദേഹം ബോഡിയിൽ നിന്നും രക്തം കട്ട പിടിക്കുന്നത് വരെയുള്ള സമയം വരെ അവിടെ തന്നെ ഉപേക്ഷിച്ചു. അതിനുശേഷം ആ വീട്ടിൽ വെച്ച് തന്നെ പല കഷ്ണങ്ങളായി മുറിച്ച് സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീടിന്റെ പിൻഭാഗത്ത് പല കുഴികളിലായി അയാൾ ഉപേക്ഷിച്ചു എന്നുള്ളതാണ് അയാൾ പറഞ്ഞത്. അവിടെ ഉപേക്ഷിച്ച് അത് മറവ് ചെയ്തതിന് ശേഷം 2.5 മാസങ്ങൾക്ക് ശേഷം അത് വീണ്ടും പുറത്തെടുത്ത് ആ മൃതദേഹാവശിഷ്ടങ്ങൾ, എല്ലുകൾ കൂട്ടിയിട്ട് കത്തിച്ചു എന്നുള്ളതാണ്. ഒരു ഭാഗം കത്തിച്ചതിന്റെ ഒരു ഭാഗം തണ്ണീർമുക്കം ബണ്ടിന്റെ ചിറ ഭാഗത്ത് ഉപേക്ഷിച്ചു എന്നുള്ളതും തെളിവെടുപ്പിന്റെ ഘട്ടത്തിൽ അവിടെ എത്തി സെബാസ്റ്റ്യൻ വിവരിച്ചിരുന്നു. ഈ കേസിൽ ഏറ്റവും നിർണായകമായ കാര്യമാണ് സതീശന്റെ ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ടാണ് ബിന്ദു പത്മനാഭൻ കൊല്ലപ്പെട്ടത് എന്നുള്ളത്. അതിൽ തന്നെ ബിന്ദു പത്മനാഭൻ ഏറ്റവും ഒടുവിൽ സതീശനുമായി ഈ കാണാതായതിനു ശേഷം 2006 ബിന്ദു മരിച്ചു എന്നാണ് അന്വേഷണ സംഘത്തിന്റെ അനുമാനം. അതിനുശേഷവും സതീശനെ ഫോണിൽ വിളിച്ചിരുന്നു എന്ന് സതീശൻ നമ്മളോട് പറഞ്ഞിരുന്നു. XX എന്നൊക്കെ പറഞ്ഞുള്ള നമ്പറിൽ നിന്നാണ് തന്നെ വിളിച്ചത്. വിദേശ കോളാണോ എന്ന് സംശയമുണ്ട് എന്നൊക്കെ പറയും. അങ്ങനെയാണെങ്കിൽ ഈ ബിന്ദു പത്മനാഭൻ കൊല്ലപ്പെട്ടതിന് ശേഷം സതീശനെ ആര് വിളിച്ചു, ആരാണ്
ഫോണിൽ വിളിച്ചതെന്നടക്കമുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുന്നു. എന്തായാലും കൊലപാതകം നടന്ന സമയത്ത് സെബാസ്റ്റ്യനും ബിന്ദു പത്മനാഭനും മാത്രം ആ വീട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ള അന്വേഷണ സംഘം പറയുന്ന കാര്യങ്ങൾ അതിൽ തന്നെയാണ് അവർ ഉറച്ചു നിൽക്കുന്നത്. പക്ഷേ അതിനുശേഷം, അതായത് ബിന്ദു കൊല്ലപ്പെടുമെന്നും ബിന്ദുവുമായി ബന്ധപ്പെട്ട ഈ ലാൻഡ് ഡീലുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഉണ്ടായിരുന്നുവെന്നും ബിന്ദു ജീവനോടെ ഇല്ലായിരുന്നുവെന്നും മറ്റുള്ളവർക്ക്, സതീഷിനുൾപ്പെടെയുള്ള മറ്റുള്ളവർക്ക് അറിയാമായിരുന്നു എന്നുള്ള ചോദ്യം, പിന്നീട് അറിയാമായിരുന്നുള്ള ചോദ്യം അവശേഷിക്കുകയാണ്. അന്വേഷണ സംഘം നിലവിൽ പറയുന്നത് ബിന്ദു പത്മനാഭൻ മാത്രമാണ് ഈ കേസിനകത്ത്, ബിന്ദു പത്മനാഭൻ കേസിൽ സെബാസ്റ്റ്യൻ മാത്രമാണ് ഉൾപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയാണോ, ഈ ഭൂമാഫിയയ്ക്ക് ഇതിനകത്ത് ബന്ധമുണ്ടോ എന്ന ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും ഉയർന്നു നിൽക്കുകയാണ്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കൊല്ലം സ്വദേശിനി അതുല്യ ഷാർജയിലെ ഫ്ളാറ്റിൽ വെച്ച് നേരിട്ടത് മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ക്രൂരതകളാണ്. ഭർത്താവ് സതീഷ് യുവതിയെ മർദ്ദിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ സത്യം തുറന്നു പറയുന്നുണ്ട്. അതുല്യയുടെ ശരീരത്തിലെ 46 പാടുകളിൽ ചിലത് മരിക്കുന്നതിന് 24 മണിക്കൂർ മുൻപുണ്ടായതാണെന്നും കണ്ടെത്തിയിരുന്നു. ഇത്രയധികം തെളിവുകൾ കണ്ടതോടെയാണ് കോടതി പ്രതിയുടെ ജാമ്യം റദ്ദാക്കിയത്. കേസിൽ ഭർത്താവ് സതീഷിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് ക്രൈംബ്രാഞ്ച്. ഇതോടെ അതുല്യയുടെ മരണം സംബന്ധിച്ച് ചുരുളഴിയുമെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ പ്രതീക്ഷ. അതുല്യയെ ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും ഫോട്ടോസും പോലീസ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിരുന്നു. പരിശോധനാ ഫലം കോടതിയിൽ വലിയ തെളിവായതോടെ സതീഷിന്റെ ജാമ്യം റദ്ദ് ചെയ്തു. അതുല്യ കൊല്ലപ്പെട്ടതാണെന്നും കാരണക്കാരൻ ഭർത്താവ് സതീഷാണെന്നുമായിരുന്നു യുവതിയുടെ ബന്ധുക്കളുടെ പരാതി. ഇതുപ്രകാരം കൊലക്കുറ്റം ആരോപിച്ച് ചവറ തെക്കും ഭാഗം പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിൽ വീഴ്ച പറ്റിയെന്നും കോടതി കണ്ടെത്തിയിരുന്നു. അതേസമയം പ്രതിക്കെതിരെ ആത്മഹത്യാ പ്രേരണാ വകുപ്പുകൾ ചുമത്താത്തതിൽ കോടതി നിരാശ പ്രകടിപ്പിക്കുകയും ചെയ്തു. അതുല്യയുടെ മരണം ശ്വാസം മുട്ടിയാണെന്ന് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞിരുന്നു. അതുല്യയുടെ ശരീരത്തിലെ 46 പാടുകളിൽ ചിലത് മരിക്കുന്നതിന് 24 മണിക്കൂറിന് മുൻപുണ്ടായതാണെന്നും കണ്ടെത്തുകയുണ്ടായി. ജൂലൈ 19-നായിരുന്നു അതുല്യയെ ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടത്. ഷാർജയിലെ പോസ്റ്റ്മോർട്ടത്തിലും തൂങ്ങി മരണമാണെന്ന് വ്യക്തമാക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സതീഷിന് കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നത്. സതീഷിനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വാങ്ങുന്നതോടെ തുടരന്വേഷണത്തിൽ കൂടുതൽ വ്യക്തത വരുമെന്നാണ് കരുതുന്നത്. ന്യൂസ് 18 കൊല്ലം. മംഗളൂരുവിൽ സിനിമാ സ്റ്റൈലിൽ ജ്വല്ലറി ജീവനക്കാരനെ തട്ടിക്കൊണ്ടുപോയി വൻ കവർച്ച. കഴിഞ്ഞ ദിവസം രാത്രി ജ്വല്ലറി ജീവനക്കാരനായ മുസ്തഫ സ്കൂട്ടറിൽ 1.5 കോടി രൂപയുടെ സ്വർണ്ണ ബിസ്ക്കറ്റുമായി പോകുമ്പോഴായിരുന്നു കവർച്ച നടന്നത്. ഈ കവർച്ചാ കേസിൻ്റെ മുഖ്യ സൂത്രധാരൻ ജ്വല്ലറിയിലെ മറ്റൊരു ജീവനക്കാരനാണ്. കേസിൽ പ്രായപൂർത്തിയാകാത്ത ജീവനക്കാരനുൾപ്പെടെ 5 അംഗ സംഘത്തെ മംഗളൂരു നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവർ സഞ്ചരിച്ച വാഹനങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട്. മംഗളൂരുവിൽ ജ്വല്ലറി ജീവനക്കാരനെ തട്ടിക്കൊണ്ടുപോയി 1.5 കോടി രൂപയുടെ സ്വർണ്ണ ബിസ്ക്കറ്റ് കവർ ചെയ്ത കേസിലാണ് 5 അംഗ സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഉള്ളാൾ സ്വദേശികളായ ഫാരിഷ്, സൗഫാൻ, അർഫത്ത് അലി, ഫാറാസ്, ഹമ്പൻഘട്ടയിലെ ജ്വല്ലറി ജീവനക്കാരനായ പ്രായപൂർത്തിയാകാത്ത വ്യക്തി എന്നിവരെയാണ് മംഗളൂരു നോർത്ത് പോലീസ് പിടികൂടിയത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. കഴിഞ്ഞ ദിവസം രാത്രി ജ്വല്ലറി ജീവനക്കാരനായ മുസ്തഫ തന്റെ സ്കൂട്ടറിൽ സ്വർണ്ണ ബിസ്ക്കറ്റുമായി പോകുമ്പോഴായിരുന്നു കവർച്ച നടന്നത്. അറസ്റ്റിലായ ഇയാളുടെ സഹപ്രവർത്തകൻ മറ്റു പ്രതികൾക്ക് വിവരം നൽകിയതനുസരിച്ച്
കാർ സ്ട്രീറ്റ് പരിസരത്തെത്തിയപ്പോൾ 2 വാഹനങ്ങളിലെത്തിയ പ്രതികൾ മുസ്തഫയെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. മുസ്തഫയിൽ നിന്നും സ്വർണം കവർന്ന ശേഷം ഇയാളെ യക്കൂർ ഭാഗത്ത് ഇറക്കി വിട്ടു. സ്വർണ്ണ ഇടപാടിനെ കുറിച്ച് മനസ്സിലാക്കിയ ജ്വല്ലറി ജീവനക്കാർ മറ്റു പ്രതികൾക്ക് മുസ്തഫ സ്വർണവുമായി പോകുന്നതിന്റെ കൃത്യമായ വിവരങ്ങൾ നൽകിയാണ് കവർച്ച ആസൂത്രണം ചെയ്തതെന്ന് പോലീസ് പറഞ്ഞു. ഇവർ സഞ്ചരിച്ച വാഹനങ്ങൾ പോലീസ് പിടിച്ചെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി പ്രതികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് 18 മംഗളൂരു. കുറഞ്ഞ ചിലവിൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വിസ ഉറപ്പാക്കാം. ഇൻസ്റ്റഗ്രാമിൽ കണ്ട ഈ പരസ്യത്തിൽ നിരവധി ചെറുപ്പക്കാരാണ് കുടുങ്ങിയത്. കൊല്ലം ഇരവിപുരത്ത് പ്രവർത്തിച്ചിരുന്ന കാലിബ്രി കൺസൾട്ടൻസിയുടെ പേരിലാണ് വ്യാപകമായ തട്ടിപ്പ് നടന്നത്. ഒടുവിൽ സ്ഥാപന ഉടമയായ വ്യാജ ഡോക്ടർ ഷമീം പോലീസിന്റെ വലയിലായി. ഇയാളുടെ ഡോക്ടറേറ്റ് പദവിയും വ്യാജമാണെന്ന് തെളിഞ്ഞു. ഷമീമിനെതിരെ 18 കേസുകളാണ് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കൂടുതൽ പേർ തട്ടിപ്പിന് ഇരകളായിട്ടുണ്ടെന്നാണ് സൂചന. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കുറഞ്ഞ ചെലവിൽ വിസ നൽകാമെന്ന് പറഞ്ഞ് പലരിൽ നിന്നായി കോടികൾ തട്ടിയെടുക്കുകയാണ് പ്രതി ചെയ്തത്. കൊല്ലം പള്ളിമുക്കിലെ കാലിബ്രി കൺസൾട്ടൻസിയിലെ വ്യാജ ഡോക്ടറാണ് ഇരവിപുരം പോലീസിന്റെ പിടിയിലായത്. തോപ്പിൽമുക്കിലെ ഷീബർസിൽ നിന്നാണ് പ്രതി ഷമീമിനെ പോലീസ് പിടികൂടിയത്. വിദേശത്ത് MBBS വിദ്യാർത്ഥിയായ ഷമീമിനെതിരെ 18 കേസുകളാണ് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കുറഞ്ഞ ചിലവിൽ വിസ ഉറപ്പാക്കാമെന്ന വാഗ്ദാനത്തിൽ കുടുങ്ങി വീട് പണയപ്പെടുത്തിയും സ്വത്തുക്കൾ വിറ്റും പണം നൽകിയവരാണ് പിന്നീട് വഞ്ചിക്കപ്പെട്ടത്. പലരും ഇപ്പോൾ ആത്മഹത്യയുടെ വക്കീലാണ്. തിരുവനന്തപുരം കല്ലറ സ്വദേശി അദ്നാന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഷമീമിനെ പോലീസ് പിടിച്ചത്. ഷമീം പിടിയിലായതറിഞ്ഞതോടെ വഞ്ചിക്കപ്പെട്ട നിരവധി പേർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരുന്നു. പോളണ്ടിൽ കൊണ്ടുവന്ന് പറഞ്ഞാണ് നമ്മളെ കാശ് മേടിച്ചത്. എന്റെ കിടക്കാടം വരെ പ്രമാണം വെച്ച് പണയം വെച്ചാണ് നമ്മൾ കാശ് കൊടുത്തേക്കുന്നത്. കാശ് കൊടുത്ത് തുച്ഛമായ 3 മാസത്തിനുള്ളിൽ നിനക്ക് പോളണ്ടിൽ എത്തിക്കാന്ന് പറഞ്ഞാണ് കൊണ്ടുപോയത്. എന്നിട്ട് കാനഡ മുംബൈയിൽ 2 വട്ടം വരുത്തിച്ചവനാ. 2 വട്ടം കൊണ്ടുപോയി അവിടെ എന്തോ പേപ്പർ വർക്ക് കാര്യങ്ങളുണ്ടെന്നും പറഞ്ഞ് മുംബൈയിൽ വരുത്തിച്ചിട്ട് 1 രൂപ പോലും അവിടെ പട്ടിണിയാ കിടന്നത്. 4 ദിവസം മുംബൈയിൽ റൂമിൽ പട്ടിണി കിടന്നാണ് പിള്ളേർ തിരിച്ചു വന്നത്. നമ്മൾ ഇവിടുന്ന് കാശ് അങ്ങോട്ട് അയച്ചു കൊടുത്താണ് പിള്ളേർ തിരിച്ച് ഇങ്ങോട്ട് വന്നത്. നിരവധി ചെറുപ്പക്കാരുടെ സാമ്പത്തികം വാങ്ങി പോളണ്ടിലും അതുപോലെ തന്നെ കാനഡയിലും വിടാന്നും പറഞ്ഞ് ഓരോരുത്തരുടെ കിടക്കാടങ്ങൾ വിറ്റുകൊണ്ട് അവർക്ക് 7 ലക്ഷവും 4 ലക്ഷവും 5 ലക്ഷം വെച്ചൊക്കെ നിരവധി ചെറുപ്പക്കാർ കൊടുത്തിരിക്കുകയാണ്. ഈ പൈസ കൊടുത്ത് ലാസ്റ്റ് ഇവിടെ വെച്ച് നമ്മൾ കേസ് കൊടുത്ത് ഇവരിവിടുന്ന് മുങ്ങി നടന്നായിരുന്നു. ഇപ്പൊ ഖത്തറിൽ നിന്നാണ് ഇപ്പം എയർപോർട്ടിൽ വെച്ചാണ് ഇദ്ദേഹത്തിനെ പിടിച്ചിരിക്കുന്നത്. മക്കളെ വിദ്യാഭ്യാസം വരെ ബ്ലോക്ക് ആക്കിക്കൊണ്ട് ഇവന്റെയൊക്കെ വാക്കുകൾ കേട്ടുകൊണ്ട് പല കുടുംബങ്ങളും പല പ്രമാണങ്ങളും ആധാരം കൊണ്ട് പലിശക്കെടുത്തും ഒക്കെ കൊണ്ടു കൊടുത്ത കാശുകളാണ്. സത്യത്തിൽ ആത്മഹത്യയുടെ വക്കിൽ നിന്നാണ് പല ആൾക്കാർ ആത്മഹത്യക്ക് മൊത്തം ശ്രമിച്ചിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊല്ലം. മോഷണം തെക്കൻ കേരളം കേന്ദ്രീകരിച്ച് ഒളിവാസം വയനാട്ടിലെ മലയോര മേഖലകളിൽ. കുപ്രസിദ്ധ മോഷ്ടാക്കളായ അയൂബ് ഖാനും മകൻ സെയ്ദലവിയും പോലീസിനെ കുറേ വട്ടം കറക്കിയതാണ്. കഴിഞ്ഞ ദിവസം കൊല്ലത്ത് കൈവിലകവുമായി പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും ചാടിപ്പോയ മോഷണക്കേസ് പ്രതികളായ അച്ഛനും മകനും ഒടുവിൽ പിടിയിലായിരിക്കുന്നു. വയനാട് മേപ്പാടിയിൽ നിന്നാണ് ഇരുവരെയും പൊക്കിയത്. തിരുവനന്തപുരം പാലോട്
5 കടകളിലും പള്ളിയിലും മോഷണം നടത്തിയ കേസിൽ പിടിയിലായ പ്രതികൾ കഴിഞ്ഞ ദിവസമാണ് കൊല്ലം കടക്കലിൽ വെച്ച് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ടത്. ദിവസങ്ങൾ നീണ്ട തെരച്ചിലിനൊടുവിലാണ് പ്രതികളായ അച്ഛനെയും മകനെയും വയനാട് മേപ്പാടിയിൽ നിന്നും പിടികൂടിയത്. 5 കടകളിലും പാലോട് സെന്റ് മേരീസ് പള്ളിയിലും മോഷണം നടത്തിയ കേസിലെ പ്രതികളാണിവർ. ഈ മാസം 28-നാണ് ഇവർ പോലീസ് കസ്റ്റഡിയിൽ നിന്നും ചാടിപ്പോയത്. കടയ്ക്കൽ ചൂണ്ടലിൽ വെച്ചായിരുന്നു അയൂബ് ഖാനും മകൻ സൈദലവിയും പോലീസിനെ വെട്ടിച്ച് കടന്നത്. ശുചിമുറിയിൽ പോകണമെന്നാവശ്യപ്പെട്ടപ്പോൾ പോലീസ് വാഹനം നിർത്തി ഒരാളുടെ കൈവിലങ്ങൂരി. തുടർന്ന് ഇരുവരും ഓടി രക്ഷപ്പെടുകയായിരുന്നു. പ്രതികളെ കണ്ടെത്താനാകാത്തത് പോലീസിനെ വലിയ പ്രതിസന്ധിയിലാക്കി. ഇവർ കടന്നുകളഞ്ഞ പ്രദേശം മലയോര മേഖല കൂടിയാണ്. നാട്ടുകാരുടെ സഹായത്തോടെ വിവിധ സ്റ്റേഷനുകളിലെ പോലീസുകാർ സംയുക്തമായി നടത്തിയ തെരച്ചിലിലാണ് പ്രതികൾ പിടിയിലായത്. നെടുമങ്ങാട് വാളിക്കോട് സ്വദേശികളാണ് ഇരുവരും. കള്ളിപ്പാറയിൽ വാടകയ്ക്ക് താമസിച്ചാണ് മോഷണം നടത്തിവന്നിരുന്നത്. പ്രതികൾക്കെതിരെ വിവിധ സ്റ്റേഷനുകളിൽ നിരവധി കേസുകളുണ്ട്. ന്യൂസ് 18 കൊല്ലം. സാമ്പത്തിക ബാധ്യത തീർക്കാൻ എളുപ്പത്തിൽ പണമുണ്ടാക്കണം. കോഴിക്കോട് കക്കോടി സ്വദേശി അഖിൽ അതിനായി കണ്ടെത്തിയ വഴിയാണ് മോഷണം. അങ്ങനെ ചെറിയ കാലയളവിനിടെ 14 ഇടങ്ങളിൽ മോഷണം നടത്തി. ഓരോ കവർച്ചാ കേസിലും പിടിക്കപ്പെടാതെ വന്നതോടെ ആത്മവിശ്വാസം വർദ്ധിച്ചു. എന്നാൽ പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലാകുമെന്ന് അഖിൽ മനസ്സിലാക്കിയില്ല. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ചേമായൂരിൽ വീട് കുത്തിത്തുറന്ന് മോഷണം നടത്തിയ കേസിൽ പ്രതി പിടിയിലായി. ഇയാളുടെ വീട്ടിൽ നിന്ന് വിവിധ സ്ഥലങ്ങളിൽ നിന്നും കവർന്ന 36 പവൻ സ്വർണവും 3 ലക്ഷത്തിലധികം രൂപയും കണ്ടെടുത്തു. ചേവായൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വിവിധ വീടുകളിൽ മോഷണം നടത്തിയ പ്രതിയെ കഴിഞ്ഞ ദിവസമാണ് പോലീസ് പിടികൂടിയത്. പറമ്പിൽ ബസാറിലെ വീട്ടിൽ നിന്നും കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് 22 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയത്. ഇതിനൊരാഴ്ച മുമ്പ് ചാലിൽത്താഴത്തെ വീട്ടിൽ നിന്നും 10 പവൻ സ്വർണവും ഇയാൾ മോഷ്ടിച്ചിരുന്നു. പിടിയിലായ പ്രതി അഖിലിന്റെ കക്കോടിയിലെ വാടക വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് 36 പവൻ സ്വർണ്ണാഭരണങ്ങളും 3,11,690 രൂപയും കണ്ടെത്തിയത്. സമീപകാലങ്ങളിൽ 14 ഇടങ്ങളിൽ മോഷണം നടത്തിയതായി പ്രതി പോലീസിനോട് സമ്മതിച്ചിരുന്നു. സാമ്പത്തിക ബാധ്യതയാണ് മോഷണത്തിന് പിന്നിലെ കാരണമെന്നും ഇയാൾ മൊഴി നൽകി. ചേവായൂർ പോലീസും ക്രൈം സ്ക്വാഡും സ്പെഷ്യൽ സ്ക്വാഡും നടത്തിയ പരിശോധനയിലാണ് മോഷ്ടിച്ച വാഹനവുമായി പ്രതി കോഴിക്കോട് പറക്കുളത്ത് വെച്ച് പിടിയിലായത്. പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യലിനായി ചേവായൂർ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. ന്യൂസ് 18 കോഴിക്കോട്. പാർട്ടി ഭരിക്കുന്ന നാട്ടിൽ കോടതി വിധിക്ക് പുല്ലുവിലയാണ്. കൊലക്കേസിൽ ശിക്ഷിച്ചവർക്ക് പോലും നാട്ടിലിറങ്ങി സുഖമായി ജീവിക്കാൻ കഴിയും. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ CBI കോടതി ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ച CPM പ്രവർത്തകർക്ക് കൂട്ട പരോൾ. കേസിലെ 1-ാം പ്രതി പീതാംബരൻ ഉൾപ്പെടെയുള്ള പ്രതികൾക്കാണ് പരോൾ അനുവദിച്ചത്. ക്രമസമാധാന പ്രശ്നം ചൂണ്ടിക്കാട്ടി പരോൾ അനുവദിക്കരുതെന്ന പോലീസിന്റെ റിപ്പോർട്ട് നിലനിൽക്കെയാണ് ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനം. കൃപേഷിനെയും ശരത് ലാലിനെയും കൊലപ്പെടുത്തിയ കേസിൽ ഇരട്ട ജീവപര്യന്തം വിധിച്ചതിനെ തുടർന്ന് ജയിലിൽ കഴിയവെയാണ് കൂട്ടപ്പരോൾ. സംഭവത്തിൽ പ്രതിഷേധവുമായി രക്തസാക്ഷികളുടെ കുടുംബവും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും രംഗത്ത് വന്നു. പെരിയ കല്യോട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലിനെയും കൃപേഷിനെയും വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന 2 പ്രതികൾക്ക് കൂടി 1 മാസത്തേക്ക് പരോൾ അനുവദിച്ചു. 1-ാം പ്രതി A. പീതാംബരൻ, 7-ാം പ്രതി A. അശ്വിൻ എന്ന അപ്പു എന്നിവർക്കാണ് പരോൾ അനുവദിച്ചത്. ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കാൻ പാടില്ലെന്ന വ്യവസ്ഥയോടെയാണ് പരോൾ. പീതാംബരൻ രാവണേശ്വരത്തും അശ്വിൻ ബേഡകത്തുമുള്ള ബന്ധുവീടുകളിലാണ് കഴിയുന്നത്. കേസിലെ 2-ാം പ്രതിയായ സജി C. ജോർജിന് കഴിഞ്ഞ ദിവസം പരോൾ അനുവദിച്ചിരുന്നു.
ഇയാൾ കണ്ണൂർ ജില്ലയിലെ ബന്ധുവീട്ടിലാണ് കഴിയുന്നത്. 2019 ഫെബ്രുവരി 17 രാത്രിയിലാണ് ഏറെ രാഷ്ട്രീയ കോളിളക്കമുണ്ടാക്കിയ ഇരട്ടക്കൊലപാതകം നടന്നത്. പ്രതികൾക്ക് കൂട്ടത്തോടെ പരോൾ അനുവദിച്ചതിനെതിരെ കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയതിന് പിന്നാലെയാണ് 1-ാം പ്രതി ഉൾപ്പെടെയുള്ള 3 പേർക്ക് കൂടി പരോൾ അനുവദിച്ചത്. 5-ാം പ്രതി ഗിജിൻ ഗംഗാധരൻ, 15-ാം പ്രതി വിഷ്ണു സുര എന്നിവരുടെ പരോൾ അപേക്ഷ പരിഗണനയിലാണ്. എല്ലാ നിയമവ്യവസ്ഥകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് തുടരെ കൂട്ടത്തോടെ പരോൾ അനുവദിക്കുകയാണ്. ഇത് തികച്ചും നിയമവ്യവസ്ഥയെ അട്ടിമറിക്കുന്ന നടപടിയാണ് കേരളം ഭരിക്കുന്ന പിണറായി സർക്കാർ വിജയന്റെ ഭാഗത്തു നിന്നും ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് എന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. നമുക്കറിയാം, ഇത് പൂർണ്ണമായി CPM-ന്റെ പൂർണ്ണ താല്പര്യത്തോടു കൂടി നടത്തുന്ന ഒരു നടപടിയാണ്. കേസിൽ മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ 4 പേരെ 5 വർഷം തടവിന് വിധിച്ചിരുന്നു. ഇവർക്ക് ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ചിരുന്നു. കൂട്ട പരോളിനെതിരെ നിയമപരമായും രാഷ്ട്രീയമായും പോരാട്ടം തുടരാനാണ് കോൺഗ്രസിന്റെയും കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിന്റെയും തീരുമാനം. ഇതിനിടയിൽ 5-ാം പ്രതിയായ ഗിജിൻ ഗംഗാധരന്റെ പിതാവും CPM പ്രവർത്തകനുമായ കല്യോട്ടെ A ഗംഗാധരൻ നായർക്ക് നേരെ ഉണ്ടായ കയ്യേറ്റ സംഭവത്തിൽ ബേക്കൽ പോലീസ് കേസെടുത്തു. കഴിഞ്ഞ ദിവസം ഏച്ചിലടക്കം കൈക്കോട്ടുകുണ്ട് വാട്ടർ ടാങ്കിന് സമീപത്തെ തട്ടുകടയ്ക്ക് മുന്നിലാണ് സംഭവം. മദ്യലഹരിയിലായിരുന്ന മൂര്യാനത്തെ പത്മകുമാറിനെതിരെയാണ് കേസ്. ഗംഗാധരനെ തടഞ്ഞു നിർത്തി ചീത്ത വിളിക്കുകയും കൈകൊണ്ട് പരിക്കേൽപ്പിച്ചുവെന്നുമാണ് കേസ്. ന്യൂസ് 18 കാസർഗോഡ്. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശാനായി സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റി പിരിച്ചത് കോടികളെന്ന് സൂചന. വിദേശ മലയാളികളായ അയ്യപ്പ ഭക്തരിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിലെ വ്യവസായികളിൽ നിന്നും പണം പിരിച്ചെന്നാണ് സംശയിക്കുന്നത്. വിവാദം ഒഴിവാക്കാൻ പിരിച്ച പണത്തിൽ നിന്നും 7 പവന്റെ മാല മാളികപ്പുറം ക്ഷേത്രത്തിന് നൽകി. ഇക്കാര്യങ്ങൾ വിശദമായി പരിശോധിച്ച ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം വിജിലൻസ് ഉടൻ ചോദ്യം ചെയ്യും. ശബരിമലയിൽ കാണിക്കയായി ലഭിക്കുന്ന വിലപ്പെട്ട വസ്തുക്കൾക്ക് 99 മുതൽ കൃത്യമായ കണക്ക് സൂക്ഷിക്കുന്നില്ല എന്ന ഹൈക്കോടതിയുടെ പരാമർശം ദേവസ്വം ബോർഡിനും സർക്കാരിനും വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം ഇത്രയധികം വിലപിടിപ്പുള്ള സാധനങ്ങൾ ലഭിക്കുമ്പോൾ കൃത്യമായി അത് എന്ത് ലഭിച്ചാലും ഹസർ രേഖപ്പെടുത്തി സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കണമെന്നുള്ളതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചട്ടങ്ങളിൽ പറയുന്നത്. പക്ഷേ അതിന് വിരുദ്ധമായി അവിടെ സാധനങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്. കൃത്യമായ കണക്കില്ല, ഉദാസീനമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്നാണ് കോടതി വിമർശിക്കുന്നത്. അത് വലിയ തിരിച്ചടി ദേവസ്വം ബോർഡിന് ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അവിടെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ കാണാതെ പോയി എന്ന വിവാദം കോടതിയുടെ പരിഗണനയിൽ പോയി നിൽക്കുന്ന സമയത്ത് ഇതുകൂടി വന്നത് സർക്കാരിനും ദേവസ്വം ബോർഡിനെയും അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ സ്വർണ്ണപ്പാളികൾ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ കടത്തിക്കൊണ്ടുപോയ സംഭവത്തിൽ കാണാതെ പോയ സംഭവത്തിൽ അത്തരമൊരു പരാതി താൻ നൽകിയ പീഠങ്ങൾ അവിടെ കാണാനെന്ന് പരാതി നൽകിയ ഹൈക്കോടതി അറിയിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപാടുകളിലാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് കൂടുതൽ സംശയങ്ങൾ ഉന്നയിക്കുന്നത്. ഇയാൾ ഈ സ്വർണ്ണപ്പാളികൾ പൂശാൻ എന്ന പേരിൽ വലിയ തുക പിരിച്ചെടുത്തതായ വിവരം കൂടി ദേവസ്വം ബോർഡിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് ലഭിക്കുന്ന കൃത്യമായ സൂചനകൾ ആ രീതിയിലാണ്. സ്വർണം പൂശാനുള്ള പ്രധാന സ്പോൺസറാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നയാൾ ദേവസ്വം ബോർഡ് രേഖകൾ. പക്ഷേ അയാൾ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വലിയ വ്യവസായികളെ, അയ്യപ്പ ഭക്തരെ സ്വാധീനിച്ച് അവരിൽ നിന്ന് വലിയ തുക കോടിക്കണക്കിന് രൂപ പിരിച്ചെടുത്തു എന്ന തരത്തിലുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപാടുകളെ സംബന്ധിച്ച് ദേവസ്വം ബോർഡ് വിജിലൻസ് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്.
ഈ വിവാദം വന്ന ശേഷം പിരിച്ചെടുത്ത പണം കൊണ്ട് ചില നിർദ്ധന യുവതികൾക്ക് വിവാഹം നടത്താനുള്ള ഒരു പ്രപ്പോസൽ നിർദ്ദേശം ദേവസ്വം ബോർഡ് മുമ്പാകെ ഉണ്ണികൃഷ്ണൻപുരി സമർപ്പിച്ചിരുന്നു. ദേവസ്വം ബോർഡ് അത് തള്ളിക്കളഞ്ഞു. 7 പവന്റെ ഒരു മാല ദേവസ്വം ബോർഡിനെ അറിയിക്കാതെ മാളികപ്പുറം ക്ഷേത്രം നൽകാൻ ഇയാൾ ശ്രമിച്ചു എന്നതിലുള്ള വിവരങ്ങളും ദേവസ്വം ബോർഡ് ലഭിച്ചിട്ടുണ്ട്. ഏതായാലും ഉണ്ണികൃഷ്ണൻപൊറ്റിക്കെതിരെ ദേവസ്വം വിജിലൻസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ഇയാൾക്കെതിരെ കൂടുതൽ നിയമ നടപടിക്ക് ദേവസ്വം ബോർഡ് ആലോചിക്കുന്നുമുണ്ട്. അത് ഈ കോടതിയിൽ നടക്കുന്ന കേസിന്റെ തുടർ നടപടിയുടെ ഭാഗമായി അത്തരം നടപടികളിലേക്ക് കടക്കും. അതേസമയം തന്നെ അയ്യപ്പന്റെ സ്വത്ത്, അയ്യപ്പന്റെ കാണിക്കകൾ കൃത്യമായ കണക്കില്ലാതെ സൂക്ഷിക്കുന്നുവെന്ന കോടതി പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രാജിവെക്കണമെന്ന ആവശ്യവുമായി BJPയും അതുപോലെ തന്നെ കോൺഗ്രസും ഒക്കെ രംഗത്തെത്തിയതും സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും കുഴൽപ്പണക്കടത്ത് സജീവമാവുകയാണ്. തമിഴ്നാട്ടിൽ നിന്ന് രേഖകളില്ലാതെ കടത്താൻ ശ്രമിച്ച 49 ലക്ഷത്തോളം രൂപയുമായി 2 യുവാക്കൾ പാലക്കാട് മുണ്ടൂർ പോലീസിന്റെ പിടിയിലായി. തമിഴ്നാട് ട്രിച്ചി സ്വദേശി പ്രസാദ്, പട്ടാമ്പിയിൽ താമസക്കാരനായ മഹാരാഷ്ട്ര സ്വദേശി സഞ്ജയ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവർ ആർക്കു വേണ്ടിയാണ് പണം കൊണ്ടുവന്നതെന്ന് വ്യക്തമായിട്ടില്ല. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് ബുള്ളറ്റ് ബൈക്കിൽ വരികയായിരുന്നു പിടിയിലായവർ. മുണ്ടൂർ പോലീസും ഡാൻസ് ഓഫ് സംഘവും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് കുഴൽപ്പണം കണ്ടെടുത്തത്. തമിഴ്നാട് ട്രിച്ചി സ്വദേശി പ്രസാദ്, ബന്ധുവും പട്ടാമ്പിയിൽ താമസക്കാരനുമായ മഹാരാഷ്ട്ര സ്വദേശി ധനഞ്ജയ് എന്നിവരാണ് പിടിയിലായത്. ധനഞ്ജയിന്റെ കുടുംബം വർഷങ്ങളായി പട്ടാമ്പിയിലാണ് താമസം. 48,49,000 രൂപയാണ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തത്. ബാഗിൽ നിന്നുള്ളതിന് പുറമെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒളിപ്പിച്ച നിലയിലും പണം കണ്ടെടുത്തു. സ്വർണ്ണപ്പണി ചെയ്യുന്നവരാണെന്നാണ് ഇവരുടെ മൊഴി. കോയമ്പത്തൂരിൽ സ്വർണം വിറ്റ് കിട്ടിയ പണവുമായാണ് നാട്ടിലേക്ക് വന്നതെന്നും പ്രതികൾ പറഞ്ഞു. എന്നാൽ ഇവർക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു രേഖയും ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ പോലീസ് ഇവരുടെ മൊഴി മുഖവിലേക്ക് എടുത്തിട്ടുമില്ല. കൂടുതൽ അന്വേഷണത്തിനായി ഇരുവരെയും സ്റ്റേഷനിലേക്ക് മാറ്റി. വിവരങ്ങൾ ആദായ നികുതി വകുപ്പിന് കൈമാറും. പാലക്കാട്. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. നെയ്യാറ്റിൻകര പൊഴിയൂരിൽ 200 ഗ്രാമിലധികം MDMAയുമായി ഒരു സ്ത്രീ ഉൾപ്പെടെ 4 പേർ പിടിയിൽ. കൊട്ടാരക്കര നിലമേൽ സ്വദേശിനി ഷെമി, കണിയാപുരം സ്വദേശി അല്ലമീൻ, ആറ്റിങ്ങൽ സ്വദേശികളായ ആഷിഖ്, മുഹമ്മദ് കൽഫാൻ എന്നിവരാണ് പിടിയിലായത്. 190 കുപ്പി വിദേശ മദ്യവുമായി ഒരാൾ കരുനാഗപ്പള്ളി എക്സൈസിന്റെ പിടിയിൽ. പിടിയിലായത് ആദിനാട് സ്വദേശി ശ്രീരാജ്. പത്തനാപുരം എക്സൈസിന്റെ രാത്രി പട്രോളിംഗിൽ രാസലഹരിയുമായി യുവാവ് പിടിയിലായി. 5 ഗ്രാം മെത്താഫിറ്റമിനുമായി പിടിയിലായത് കുന്നിക്കോട് സ്വദേശി അല്ലമീൻ. കൊല്ലത്ത് ബംഗ്ലാദേശ് സ്വദേശിയെ കഴുത്തറുത്ത് കൊന്ന് കുഴിച്ചുമൂടിയ കേസിലെ പ്രതികൾക്ക് ജീവപര്യന്തം കഠിന തടവും പിഴയും ശിക്ഷ. പശ്ചിമബംഗാൾ സ്വദേശികളായ അൻവർ ഇസ്ലാം, ബികാസ് സെൻ എന്നിവരെയാണ് ജീവപര്യന്തം തടവിനും 5000 രൂപ പിഴയടയ്ക്കാനും കൊല്ലം 4ാം അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും ലഹരിമരുന്ന് എത്തിച്ചിരുന്ന പ്രധാന കണ്ണി പാലക്കാട് പിടിയിൽ. കൊപ്പം മണ്ണേക്കോട് സ്വദേശി അരുൺ കൃഷ്ണനെയാണ് അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ കരുതൽ തടങ്കലിലാക്കിയത്. കഞ്ചാവ് കേസിൽ റാപ്പർ വേടനെതിരെ കുറ്റപത്രം സമർപ്പിച്ച് ഹിൽ പാലസ് പോലീസ്. വേടൻ കഞ്ചാവ് ഉപയോഗിച്ചുവെന്നാണ് തൃപ്പൂണിത്തുറ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നത്.
ഷൊർണൂരിൽ പിഞ്ചുമക്കളെ തലയണ കൊണ്ട് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ മാതാവിന് ജീവപര്യന്തം തടവും 25,000 രൂപ പിഴയും ശിക്ഷ. ഷൊർണൂർ നെടുങ്ങോട്ടൂർ സ്വദേശിനി ദിവ്യയെയാണ് പാലക്കാട് ഫസ്റ്റ് അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. 2021 നവംബർ 14-നാണ് 2 ആൺകുട്ടികളെ കൊന്ന ശേഷം ദിവ്യ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ഫേസ്ബുക്കിൽ ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കും, പിന്നീട് മെസ്സഞ്ചർ വഴി ചാറ്റിംഗ്. കോട്ടയം ഈരാറ്റുപേട്ട സ്വദേശി അൻസിൽ ഇങ്ങനെ പെൺപിള്ളേരെ വളയ്ക്കാൻ ബിരുദനാണ്. ഒടുവിൽ പ്രണയം നടിച്ച് പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നതാണ് ഇവൻ്റെ രീതി. ഇങ്ങനെ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട പുതിയ കാമുകി അൻസിലിൻ്റെ പഴയ പ്രണയം പൊക്കി. അതോടെ ചെക്കൻ ജയിലിലുമായി. 2022 മുതൽ കൊച്ചി സ്വദേശിനിയായ 16-കാരിയെ ഇയാൾ പ്രണയം നടിച്ച് പീഡിപ്പിക്കുന്നുണ്ട്. അതിനിടെ പല പെൺകുട്ടികളും ഇവൻ്റെ കെണിയിൽ വീണു. എന്നാൽ ഇതിനിടെ കോഴിക്കോട് സ്വദേശിയായ 16-കാരിയുമായി അൻസിൽ പ്രണയത്തിലായി. അപ്പോഴാണ് പഴയ കാമുകിയുമായുള്ള സ്വകാര്യ ചിത്രങ്ങൾ ഈ പെൺകുട്ടി കണ്ടത്. ആ ഫോട്ടോകൾ അവൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. അതോടെ പോലീസ് കേസും അറസ്റ്റും. ഇയാൾ കൂടുതൽ പേരെ പീഡിപ്പിച്ചിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. അൻസിലിനെ പോലെ പലരും സൈബറിടത്ത് ഒളിഞ്ഞിരിക്കുന്നുണ്ടാകാം. പെൺകുട്ടികൾ കരുതിയിരിക്കാൻ പറഞ്ഞെന്നേ ഉള്ളൂ. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.